ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സവോള, 2 ചെറിയ തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, കാരണം ഉള്ളി വഴറ്റിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് എല്ലാ സംഭവങ്ങളും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഈ മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണാണ് ഇടുന്നുള്ളൂ. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി എരിവ് കൂടുതൽ വേണ്ടാത്തവർ മുളക് പൊടി കുറക്കാം. ഇനി അടുത്ത ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. അപ്പോൾ എൻ്റെ കയ്യിൽ മീറ്റ് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1-1.5 ടീസ്പൂൺ വരെയൊക്കെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഇടാം. പിന്നെ അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി എരിവ് കൂടുതൽ, കുരുമുളകിൻ്റെ എരിവും ടേസ്റ്റൊക്കെ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത്ര ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ളൊരു ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉലുവ, 2 ജീരകവും കൂടി കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വേപ്പില, കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യണം. ഈ മിക്സിംഗ് ആണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് കുക്കറിലേക്ക് മാറ്റുകയാണ്. ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ അതിൽ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ആദ്യം മിക്സ് ചെയ്തിട്ടാണ് കുക്കറിലേക്ക് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്, ആ മസാലയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി, ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ എല്ലായിടത്തൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ കറി വെക്കുമ്പോൾ ഒരുപാട് സമയം ലാഭമാണ്. അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് വേവിക്കാനിടാം. അത്ര സമയം വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച്, കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഒരു 5 വിസിൽ കുക്കറിൽ വെന്തിട്ടുണ്ട് ബീഫ്. ഇനി അതൊന്ന് താളിച്ചെടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചുവന്നുള്ളി നന്നായി ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ബീഫിൻ്റെ കറി ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ബീഫിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ മസാല കുറവുണ്ടെങ്കിൽ അതൊക്കെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം ബീഫ് കറി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്. നല്ല ടേസ്റ്റാണ്. പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു.